ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം ചായ കുടിച്ചോ? ചായ കുടിക്കാനല്ലോ അല്ലേ? ചോറ് നല്ല സമയമായി. നൈറ്റ് ഒരു 8 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കുക്കിങ്ങിന് കിച്ചണിൽ കയറുകയാണ്. അതേ പതിവ് പോലെ ഞാനൊരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മിക്സ് യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അതായത് കുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ ചെയ്യുന്നത് സോയാബീൻ ബിരിയാണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് ആഡ് ചെയ്തിട്ടുള്ള ബിരിയാണി ചെയ്യാം കേട്ടോ. ഈ പാക്ക് വെജിറ്റേറിയൻ പാക്കാണ്. അപ്പം നമുക്ക് നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഇതെങ്ങനെ വെജിറ്റേറിയൻ ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? കണ്ടില്ലേ, ഇതിലൊരു ഗ്രീൻ മാർക്ക് കണ്ടോ? ഈ ഗ്രീൻ മാർക്കുകളാണ് എന്ത് വെജിറ്റേറിയൻ കേട്ടോ. അല്ലാത്ത വേറൊരു കളറുള്ള മാർക്കാണെന്ന് വെച്ചാൽ അത് വെജിറ്റേറിയൻ അല്ല. അപ്പം നിങ്ങൾക്കിത് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിൽ വേണമെങ്കിൽ ചിക്കനോ മട്ടനോ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഞാൻ സോയാബീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ബിരിയാണി നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വെറും 10 മിനിറ്റ് ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാവേ. ഈ ഒരു പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റിലയൻസിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അപ്പം ഇത് കുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. തമിഴ്നാട്ടിൽ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. തലപ്പാക്കട്ടി എന്ന് പറയുന്ന ഒരു ബിരിയാണി. അപ്പം ഒരു ഷോപ്പാണ്, ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം അവിടെ കിട്ടുന്ന ബിരിയാണിയാണ് ഡിണ്ടിക്കൽ ബിരിയാണി എന്ന് പറയാം കേട്ടോ. അവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ വീഡിയോ കാണിച്ചു തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം വന്നിട്ട് ഇതൊരു ഓയിൽ പാക്കറ്റാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാനുള്ളതാണേ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഓയിൽ പാക്കേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു പാക്കറ്റാണ് കേട്ടോ. ഇത് ജീരക ചമ്പ റൈസ് ആണേ. അപ്പം നോർമൽ ബിരിയാണി ബസ്മതി റൈസ് അല്ല, ജീരക ചമ്പ റൈസ്. ഈ ഒരു റൈസ് ഒരു അപൂർവ ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൈസാണ്. അതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ്, ഒരു ഫോയിൽ പാക്കറ്റാണ്. ഇത് വന്നിട്ട് ആക്ച്വലി ഇതിൻ്റെ ബിരിയാണിയുടെ മസാല ഉണ്ടോ. അപ്പം ഓൾമോസ്റ്റ് ബിരിയാണിയിലോട്ട് നമ്മൾ വേണ്ടതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എക്സെപ്റ്റ് നമ്മൾ ഇത് മാത്രം ചേർത്താൽ മതി. പ്രോട്ടീൻസ്, അതായത് സോയാബീനോ വെജിറ്റബിൾസോ ഇല്ല നോൺ വെജ് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഈ പാക്കറ്റിൽ തന്നെ ഉണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 299 ആണ് കേട്ടോ. നമുക്ക് ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കുറച്ച് ഓഫേഴ്സിനൊക്കെ കിട്ടും. അപ്പം ഇതിൻ്റെ MRP എന്ന് പറയുന്നത് എല്ലാ ഇതിലുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. കാര്യം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ. കുറച്ച് അതിൻ്റെ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാവേ. നെയ്യൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കേജിലുള്ള ബിരിയാണി മസാല അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഓയിലും നമ്മളുടെ അതിനുള്ള എസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് അവർ കുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്ത് വെക്കുന്നതെങ്കിലും കൂടിയിട്ട് നമുക്കൊന്ന് അത് ഒന്നുകൂടി ഒന്ന് മിക്സപ്പ് ആവാനും സോട്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് സോയാബീൻ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ സോയാബീനാണ് ആഡ് ചെയ്യുന്നത്. സോയാബീൻ ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ സോയാബീൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് സോയാബീൻ്റെ കൂടെ ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്യണേ. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് റൈസ് വന്നിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് റൈസ് ആഡ് ചെയ്യുക. എന്നിട്ട് റൈസും ആ മസാലയും സോയാബീനും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാട്ടർ, അത് നിങ്ങൾ ഏത് റൈസാണ് യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അളവ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാമല്ലോ. ഓരോരുത്തർക്കും ഓരോ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഓരോ അളവായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അത് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന്
കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് ഒരു 4 വിസിൽ വെക്കുക. ഞാൻ ഏകദേശം ഒരു 4 വിസിലെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകൂടി റൈസ് വേവണം എന്നുണ്ടെങ്കിൽ ഒരു 5 വിസിലെടുക്കുക. എന്നിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാതെ നോക്കാം കേട്ടോ. അപ്പോൾ തുറന്നതിന് ശേഷം അതിൽ നമുക്കൊരു ഓയിൽ തന്നായിരുന്നില്ലേ, ആ ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൈഡ് ഡിഷായിട്ട് കുറച്ച് സോയാബീനും ഫ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.